നമസ്കാരം. ഞാൻ ഡോക്ടർ പി ലക്ഷ്മി അമ്മാൾ, പട്ടം SUT ആശുപത്രിയിലെ കൺസൾട്ടൻറ്റ് ഗൈനക്കോളജിസ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ മാറുന്ന കാലത്ത് കുട്ടികൾ ഞാൻ ഉദ്ദേശിക്കുന്നത് കല്യാണപ്രായത്തിൽ എത്തി നിൽക്കുന്നവർക്ക് കല്യാണത്തിനോടേ വലിയ താല്പര്യമില്ല. പിന്നെ കല്യാണം കഴിഞ്ഞാൽ തന്നെ കുട്ടികൾ വേണ്ട, അല്ലെങ്കിൽ ഒരു കുട്ടി മതി. ഇങ്ങനെയൊക്കെ വളരെയധികം ശാഠ്യങ്ങളുള്ള ഒരു പുതിയ തലമുറയാണ് നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുന്നത്. ഈ കുട്ടി കല്യാണം കഴിച്ചിട്ട് 5 വർഷമായില്ലേ, എന്തുകൊണ്ട് ഗർഭത്തെപ്പറ്റി ചിന്തിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ, അയ്യോ എനിക്ക് വയ്യ ഈ റെസ്പോൺസിബിലിറ്റിയൊക്കെ ഏറ്റെടുത്ത് തലയിലോട്ട് വയ്ക്കാൻ, ഇത് നല്ല ഫ്രീ ആയിട്ട് ജീവിക്കാം. അപ്പം ഇങ്ങനത്തെ ഒരു ചിന്താഗതിയാണ് നമ്മളുടെ കൂട്ടത്തിലുള്ളത്. അപ്പോൾ എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളൊരു കാര്യം, എല്ലാത്തിനും ഒരു നല്ല സമയമുണ്ട്. ഏറ്റവും നല്ലത് ഗർഭിണിയാകാനുള്ള സമയം എന്ന് പറഞ്ഞാൽ 25-നും 20-25 എന്ന് വേണേൽ പറയാം. അത് സാധ്യമേ അല്ല. കാര്യം പെൺകുട്ടികളൊക്കെ പഠിക്കുന്നവരാണ്, അവരൊക്കെ ജോലിക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരാണ്, സ്വയം കാലിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അത് ന്യായമായ ആവശ്യം. പക്ഷേ കല്യാണം ഒരു 25 വയസ്സിനും 30 വയസ്സിനും ഇടയ്ക്ക് കഴിഞ്ഞാൽ ആദ്യത്തെ കുട്ടി ആ സമയത്ത് തന്നെ ഉണ്ടാവണം. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഒരു 80 വയസ്സ് വരെ ജീവിക്കുമായിരിക്കും. പക്ഷേ നമ്മുടെ പ്രത്യുൽപാദന അവയവങ്ങൾ എന്ന് പറയുന്നത്, അതിൻ്റെ ഒരു യുവത്വം എന്ന് പറയുന്നത് ഒരു 20 വയസ്സ് തുടങ്ങി ഒരു 35 വയസ്സ് വരെയാണ്. 35 വയസ്സ് കഴിയുമ്പോൾ നമ്മൾ വയസ്സായില്ല എങ്കിലും, നമ്മൾ ചെറുപ്പമായിട്ടാണ് ഇരിക്കുന്നതെങ്കിലും നമ്മളുടെ പ്രത്യുൽപാദന അവയവങ്ങൾ വയസ്സായി തുടങ്ങും. അതിൽ നിന്നുള്ള അണ്ഡങ്ങളും വയസ്സായി തുടങ്ങും. അപ്പോൾ നമുക്ക് നല്ല ആരോഗ്യമുള്ള ഒരു അണ്ഡമുള്ള സമയത്ത് നമ്മൾ ഗർഭിണികളായാൽ മാത്രമേ ആരോഗ്യമുള്ള കുഞ്ഞു വരികയുള്ളൂ. അപ്പോൾ ഒരു 20-ഉം 25-ഉം വയസ്സിൽ പറ്റിയില്ലെങ്കിലും 25-30 വയസ്സിനിടയ്ക്ക് ആദ്യത്തെ ഗർഭം ആകുന്നതാണ് നല്ലത്. പിന്നെ പലരുടെയും സംശയം, ഒരു മാസക്കുളിയുടെ ആർത്തവ ചക്രത്തിൻ്റെ ഏത് സമയത്ത് ബന്ധപ്പെട്ടാലാണ് ഗർഭിണികളാകുന്നത് എന്നുള്ളതാണ്. സാധാരണ ഒരു സ്ത്രീക്ക്, അതായത് ഭൂരിഭാഗം സ്ത്രീകൾക്കും ആർത്തവ ചക്രം എന്ന് പറയുന്നത് 28 ദിവസത്തിനും 30 ദിവസത്തിനും ഇടയിലാണ്. ഇപ്പോൾ 28 ദിവസത്തിൽ വരുന്ന ആർത്തവ ചക്രം ഉള്ളത്, അതായത് 1-ാം തീയതി മാസക്കുളി തുടങ്ങിയെങ്കിൽ അടുത്ത മാസം 28-ാം തീയതി അടുത്ത മാസക്കുളി തുടങ്ങുമെങ്കിൽ, അതായത് മാസക്കുളിയുടെ 1-ാമത്തെ ദിവസമാണ് നമ്മൾ കണക്കാക്കുന്നത്. അങ്ങനെ 28 ദിവസമുള്ളവർക്ക് അണ്ഡോൽപാദനം നടക്കുന്നത് 14-ാമത്തെ ദിവസമായിരിക്കും. പക്ഷേ 32 ദിവസത്തിൽ തുടങ്ങുന്നവരാണെങ്കിൽ അണ്ഡോൽപാദനം നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. നമുക്ക് പറയാൻ പറ്റുന്നത് അടുത്ത മാസക്കുളി എന്ന് വന്നോ അതിന് 14 ദിവസം മുമ്പായിരിക്കും അണ്ഡോൽപാദനം. അപ്പോൾ 32 ദിവസം കൂടുമ്പോഴാണ് മാസക്കുളി വരുന്നതെങ്കിൽ ആ ദമ്പതികൾക്ക് ഗർഭത്തിനുള്ള ചാൻസ് 18-ാമത്തെ ദിവസം ബന്ധപ്പെട്ടാലാണ്. കാര്യം അണ്ഡോൽപാദനം നടക്കുന്നത് 18-ാമത്തെ ദിവസമായിരിക്കും. 40 ദിവസത്തിൽ മാസക്കുളി വരുന്ന സ്ത്രീകളുണ്ട്, പെൺകുട്ടികളുണ്ട്. 40 ദിവസത്തിലേ മാസക്കുളി വരുന്നുള്ളൂ എങ്കിൽ അവരുടെ അണ്ഡോൽപാദന സമയം എന്ന് പറയുന്നത് ആ മാസക്കുളി തുടങ്ങി 30-ാമത്തെ ദിവസമായിരിക്കും. പക്ഷേ ഇതറിയാൻ നമുക്ക് മാർഗമില്ല. കാരണം മാസക്കുളി എന്ന് വന്നെന്നറിഞ്ഞാലല്ലേ നമുക്കിത് പറയാൻ പറ്റുള്ളൂ. പക്ഷേ സ്ഥിരമായി 35 ദിവസത്തിലാണ് മാസക്കുളി വരുന്നതെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് പറയാം 20-ാമത്തെയോ 21-ാമത്തെയോ ദിവസമായിരിക്കും അവർക്ക് അണ്ഡോൽപാദനം. പല കമിതാക്കളും ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, മാസക്കുളിയുടെ 10-ാമത്തെ ദിവസം തുടങ്ങി ഒരു 15 ദിവസം വരെ ഒന്നിരാടം മുറയ്ക്ക് അവർ ബന്ധപ്പെടും. പക്ഷേ അവരുടെ മാസക്കുളി 35-ാമത്തെ ദിവസമാണ് വരുന്നതെങ്കിൽ ഈ ഒരു സമയം നോക്കൽ ശരിയാവുകയില്ല. അതുപോലെ പലർക്കും 24-ാമത്തെ ദിവസം മാസക്കുളി വരും. അവരുടെ നമ്മൾ സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് എന്താണ്, 8-നും 10-നും ഇടയ്ക്ക്, മാസക്കുളി തുടങ്ങി 8-ൻ്റെയോ 10-ാമത്തെയോ ദിവസത്തിനിടയിൽ അണ്ഡോൽപാദനം നടന്നിരിക്കും. അപ്പോൾ ആ സമയത്ത് ബന്ധപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ അവർ സ്ഥിരമായി കൃത്യമായി 12 ദിവസം തുടങ്ങി 18 ദിവസം വരെ ബന്ധപ്പെട്ടാൽ പോലും അവർക്ക് കുഞ്ഞുങ്ങളുണ്ടാവുകയില്ല. അപ്പോൾ ഇങ്ങനത്തെ ചില കാര്യങ്ങൾ നമ്മൾ ഗർഭിണിയാകാൻ സഹായിക്കുന്നതിന് നോക്കുകയും വേണം. സോ ഏറ്റവും നല്ല പ്രായം എന്ന് പറയുന്നത് 25-30 വയസ്സിന് ഇടയ്ക്ക് തന്നെയാണ്. എന്താണെങ്കിലും ആദ്യത്തെ പ്രസവം 35 വയസ്സിൽ താഴെയായിരിക്കണം. അമ്മയ്ക്കും കുഞ്ഞിനും അതാണ് നല്ലത്. നമസ്കാരം.